MLA before the independence, before India as a union got independence. His grandfather was also into politics, so his lineage can be traced back to social workers, freedom fighters and politicians. I don't have any words in my mouth to express my gratitude Dr. Shakeel Ahmed Sahab, who has kept all his work aside to visit Andros Island to attend his UT level Parishad Congress Sammelan here at Andros. PA Sarkar കൊണ്ടുവരുന്ന എല്ലാ സ്കീമുകളും അദ്ദേഹം എട്ടുകാൽ മമ്മൂഞ്ഞെ പോലെ പറഞ്ഞ് ഞാനാക്കി. അദ്ദേഹം പറഞ്ഞ് കപ്പൽ ഞാൻ കൊണ്ടുവന്നു, ഹെലികോപ്റ്റർ ഞാൻ കൊണ്ടുവന്നു, ജെട്ടി ഞാൻ കൊണ്ടുവന്നു, എയർപോർട്ട് ഞാൻ കൊണ്ടുവന്നു, വെസൽ ഞാൻ കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തത്. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർലമെന്റിലെ സ്പീക്കർ അയോഗ്യനാക്കി? അതാണ് ചോദ്യം. PM സെയ്ദ് സാക്ഷാത് ഖബറിൽ നിന്ന് വന്നാലും അബ്ദുള്ളക്ക് ST കിട്ടാ മത്സരിപ്പാൻ കളിയാ. എന്നാൽ ഡോക്ടർ ഷക്കീൽ അഹമ്മദ് സാഹിബിനെ ഇവിടെ കൊണ്ടുവരുത്തിച്ചത് നമ്മള് എനിക്ക് ST സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയാണ്. കോപ്പി എന്റെ കയ്യിലുണ്ട്. നമ്മളെ ആഭ്യന്തര സഹമന്ത്രി കോൺഗ്രസുകാരനായ മന്ത്രിയായതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നത്. നാളെ പറയരുത് NCP-കാരെ കൊണ്ടുവന്നതോ, ജനതാദൾക്കാരെ കൊണ്ടുവന്നതോ, BJP-കാരെ കൊണ്ടുവന്നതോ എന്ന് പറയരുത്. PM സെയ്ദിന് അനീതി കണ്ടോ? സാധാരണക്കാരെ വോട്ടും വാങ്ങിച്ച് അബ്ദുള്ള സെയ്ദിന് മാത്രം ST സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്നാൽ ഇന്ന് ST സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് വാപ്പാന്റെ വേർപാടിന് ശേഷം അവര് പറഞ്ഞു അബ്ദുള്ള സെയ്ദിന് ഇലക്ഷൻ മത്സരിക്കാൻ കളിയാ, ST സർട്ടിഫിക്കറ്റ് ഇല്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ അന്നും പറഞ്ഞു, കോൺഗ്രസുകാർ അന്നും പറഞ്ഞു കോൺഗ്രസുകാരുടെ ST ഇല്ല, ഇന്നും പറയും നമ്മളെ ST ഇല്ല. പക്ഷേ ഇവിടെ ഉള്ള എല്ലാവർക്കും ലക്ഷദ്വീപിലെ 3500-4000 കുട്ടികൾക്ക് ST സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയുണ്ട്. എല്ലാവരുടെ സംവിധാനം കേന്ദ്ര സർക്കാർ, UPA സർക്കാർ, കോൺഗ്രസ് പാർട്ടി അതിനു വേണ്ടിയുള്ള സംവിധാനം ചെയ്യും എന്നുള്ള വാക്ക് തന്ന് ആ വാക്ക് പാലിച്ചതാണ് സോണിയാഗാന്ധിജി ഡിസംബർ 16-ാം തീയതി ആന്ത്രോത്ത് ദ്വീപിൽ വന്ന് ബാബാനെ ഖബർ സിയാറത്ത് ചെയ്തതിനു ശേഷം കവരത്തി ദ്വീപിലേക്ക് പോയിട്ട് കവരത്തി ദ്വീപിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, 2 കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. എന്താണ്? 3500-ഓളം കുട്ടികൾക്ക് ST സർട്ടിഫിക്കറ്റ് കൊടുക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കും, കേന്ദ്രത്തിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരായിട്ട് കോൺഗ്രസുകാരായ മന്ത്രിമാരായിട്ട് സംസാരിക്കും, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനെ പിറ്റേ ആഴ്ച ഡിസംബർ 16-ാം തീയതി വന്ന് ഡിസംബർ 24-ാം തീയതി പാർലമെന്റിന് സാക്ഷാൽ PP ഉള്ളപ്പോൾ തന്നെ അത് പാസ് ചെയ്തു. അദ്ദേഹം ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല.